ഒരു കുടുംബസംഗമം. സന്തോഷം നിറഞ്ഞ പെസഹാവ്യാഴം. ആ ചിരികളുടെ പിന്നിൽ ആരോ ഒളിപ്പിച്ച ഒരു പദ്ധതിയുണ്ടായിരുന്നു. ആ ദിവസം ജിമ്മിയുടെ ജീവിതം മാറാൻ തുടങ്ങിയ ദിവസമായിരുന്നു. പ്രണയനോവൽ നാമ്പെടുക്കുന്ന പ്രണയം ഓഡിയോ ആവിഷ്കാരം 19-ാം ഭാഗം. രചനയും അവതരണവും ഇമ്മാനുവൽ. ഇവിടെ നിന്നും പോയത് ഉച്ച കഴിഞ്ഞാണെങ്കിലും 5:30 അന്നമ്മച്ചേടത്തിയും ജിമ്മിയും നെല്ലിമറ്റത്തെ വീട്ടിലെത്തി. പാപ്പച്ചൻ ചേട്ടൻ്റെ അനിയൻ തോമാച്ചനും കുടുംബവും നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അവിടത്തെ കൊച്ചുമക്കളും തോമാച്ചൻ്റെ വീട്ടിലെ കൊച്ചുമക്കളും എല്ലാം കൂടി ചേർന്നപ്പോൾ ആ വീട്ടിൽ ആകെ ബഹളമായി. ജിമ്മിയുടെ തരപ്പടിക്കാരായി 1-2 പേർ ഉണ്ടായിരുന്നു. ചെന്ന ഉടനെ തന്നെ പാപ്പച്ചൻ ചേട്ടൻ ജിമ്മിയെ എല്ലാവർക്കും പരിചയപ്പെടുത്തി. ബന്ധുക്കളാണെങ്കിലും അടുത്ത് അറിയില്ലായിരുന്നു എന്ന കാര്യം അപ്പോഴാണ് എല്ലാവർക്കും ബോധ്യപ്പെട്ടത്. ചിലരൊക്കെ ജിമ്മിയെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവർക്ക് മനസ്സിലായിരുന്നില്ല. അകന്നുപോയ ബന്ധങ്ങളുടെ പ്രത്യേകത അങ്ങനെയാണ്. അടുത്തടുത്ത് താമസിച്ചാലും മനസ്സിലാവുകയില്ല. പരിചയപ്പെട്ട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ജിമ്മിക്ക് എല്ലാവരെയും നന്നെ ഇഷ്ടപ്പെട്ടു. താൻ പ്രതീക്ഷിച്ചതുപോലെയൊന്നുമല്ല, അതിലും എത്രയോ മെച്ചമാണ് എല്ലാവരും. നല്ല സ്നേഹവും അടുപ്പവുമുള്ളവരാണ്. ആരും വലിയ ഭാവമൊന്നും കാണിക്കുന്നില്ല. ഫ്രീ ആയി ഇടപെടുന്നു, സംസാരിക്കുന്നു. അതുകൊണ്ട് ജിമ്മി ഹാപ്പിയായി. അന്നമ്മച്ചേടത്തിയെ അവിടെ എങ്ങും കാണാനേ ഇല്ല. ചെന്നപ്പം മുതൽ അവർക്ക് ഭയങ്കര തിരക്കാണ്. ജിമ്മിക്ക് ഒരു കാപ്പി കുടിക്കണം എന്ന് തോന്നിത്തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. എന്നാൽ ആരോട് പറയും? ആരോട് പറഞ്ഞാൽ കിട്ടും എന്നൊന്നും അറിയില്ലല്ലോ. വീടിനകത്ത് കയറി നോക്കാം എന്ന് വിചാരിച്ചാൽ അതിനകത്ത് നിറയെ ആൾക്കാരാണ്. പരിചയപ്പെട്ടവരെക്കാൾ കൂടുതൽ പരിചയപ്പെടാത്തവരാണ്. എന്നാൽ തനിക്ക് ദിവസവും കാപ്പി കൊണ്ടുവന്നു തരുന്ന ആളിനെയാണെങ്കിൽ കാണാനുമില്ല. മിക്കവാറും കാപ്പി കുടിക്കാൻ തോന്നിയ ആഗ്രഹം ആശയടക്കി തീർക്കേണ്ടി വരും. അവിടെ ചെന്ന് പരിചയപ്പെട്ടതിൽ ജിമ്മിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് സുലുവിനെയാണ്. പാപ്പച്ചൻ ചേട്ടൻ്റെ മകൻ സോമിയുടെ മകളാണ് ആ കൊച്ചുമിടുക്കി. അവൾക്ക് ജിമ്മിയെയും വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അവളുടെ യഥാർത്ഥ പേര് ലീലാമ്മ എന്നാണ്. എന്നാലും വിളിക്കുന്നത് സുലു എന്നാണ്. അവൾ ജിമ്മിയുടെ ഒപ്പം തന്നെ കൈപിടിച്ച് ഇഷ്ടംപോലെ സംസാരിച്ചുകൊണ്ട് നടന്നു. ജിമ്മിപ്പാപ്പന് കാപ്പി കുടിക്കാൻ സമയമായോ? ചാച്ചനാണെങ്കിൽ കാപ്പി കുടിക്കേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു. അതുകൊണ്ട് ചോദിച്ചതാ. കാര്യം പറഞ്ഞാൽ ഒരു കാപ്പി കിട്ടിയാൽ നന്നായിരുന്നു സുലു. അതിനെന്താ പാപ്പ, ഞാൻ കൊണ്ടുവരാലോ. പാപ്പൻ ഇവിടെ ഇരുന്നോ? ഞാൻ അങ്ങോട്ട് വന്നേക്കാം. വീടിന് പുറത്തേക്ക് നീ എടുത്താൽ മതി. എന്നാൽ പാപ്പൻ ഒരു കാര്യം ചെയ്തു. മുറ്റത്തെ കസേരയിൽ പോയി ഇരുന്നോണ്ടാൽ മതി. ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്ന് തരാം. അവൾ കുണുങ്ങി ഓടിപ്പോയി. ആ പോക്ക് കാണാൻ തന്നെ പ്രത്യേക രസമാണ്. പറഞ്ഞതുപോലെ ഉടനെ തന്നെ പോയി അവൾ കാപ്പിയുമായി മുറ്റത്തേക്ക് വന്നു. ജിമ്മി കാപ്പി കുടിക്കുവോളം അവിടെ തന്നെ നിന്ന് ഗ്ലാസ് മേടിച്ചു കൊണ്ടുവച്ചിട്ട് വീണ്ടും ഊഞ്ഞാലിലേക്ക് വന്ന് കയറിയിരുന്നു. അവൾ മതിയെന്ന് പറയുവോളം ജിമ്മി ഊഞ്ഞാലാട്ടി കൊടുത്തു. അവൾക്ക് വളരെ സന്തോഷമായി. അവൾ ചിരിച്ചാർത്തു. ഒറ്റയായി വളർന്ന ജിമ്മിക്ക് ആരൊക്കെയോ ഉണ്ട് എന്ന് തോന്നിത്തുടങ്ങിയത് അന്നാണ് ആദ്യമായി. രാത്രി ആയപ്പോഴേക്കും ബാക്കിയുള്ളവരെല്ലാം എത്തിച്ചേർന്നു. ഏകദേശം 40ഓളം ആളുകളുണ്ടായിരുന്നു. 8 മണി കഴിഞ്ഞപ്പോൾ എല്ലാവരും ചേർന്ന് കുടുംബ പ്രാർത്ഥന ചൊല്ലി. അതിനുശേഷം കുടുംബത്തിലെ മൂത്തയാളായ പാപ്പച്ചൻ അപ്പം മുറിച്ച് പ്രായക്രമമനുസരിച്ച് ഓരോരുത്തർക്കും കൊടുത്തു.
എല്ലാവരും ബഹുമാനപൂർവ്വം വന്ന് പാപ്പച്ചൻ ചേട്ടനിൽ നിന്നും അപ്പക്കഷ്ണങ്ങൾ സ്വീകരിച്ചു. അപ്പച്ചൻ മരിച്ചതിന് ശേഷം അങ്ങനെ ജിമ്മിയുടെ ജീവിതത്തിൽ സന്തോഷകരമായ ഒരു പെസഹ വ്യാഴം അന്ന് കഴിഞ്ഞു. പരിചയമുള്ളവരും അല്ലാത്തവരുമായി കുടുംബാംഗങ്ങളെല്ലാം ഒത്തുകൂടിയതല്ലേ. പരിചയവും ബന്ധവും കൂടുതൽ ആകണമെങ്കിൽ പരസ്പരം സംസാരിക്കണമല്ലോ. അതിനും കൂടെ വേണ്ടിയാണല്ലോ എല്ലാവരും കൂടി ഒത്തുചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയുള്ള സമയം പരസ്പരം സംസാരിച്ച് പരിചയപ്പെടാനും ബന്ധം ഊട്ടിയുറപ്പിക്കാനും ഉള്ളതാണ്. വീട്ടിലെ ആണുങ്ങളെല്ലാം പ്രായഭേദമോ വലിപ്പച്ചെറുപ്പമോ ഇല്ലാതെ മുറ്റത്ത് ഒരുമിച്ചുകൂടി ഓരോ വിശേഷങ്ങൾ പറഞ്ഞു. ആ സമയം പെണ്ണുങ്ങളെല്ലാം വീടിനുള്ളിലും സംസാരത്തിലായിരുന്നു. അങ്ങനെ പറഞ്ഞു വരുന്നതിനിടയിലാണ് ജിമ്മിയുടെ ജോലിക്കാര്യവും പ്രൊമോഷൻ സാധ്യതകളും എല്ലാം ചർച്ചയായത്. അറിയാവുന്ന വിവരങ്ങൾ എല്ലാവരും എല്ലാവരിലേക്കും പങ്കുവച്ചു. അതിനിടയിലാണ് പാപ്പച്ചൻ ചേട്ടൻ പെട്ടെന്ന് ചോദിച്ചത്, പ്രായക്രമത്തിൽ നോക്കുമ്പോൾ ഇനി കല്യാണം കഴിക്കാനുള്ളതിൽ മൂത്തത് ആരാ? ഉള്ളവരിൽ ഏറ്റവും മൂത്തത് ജിമ്മി തന്നെയായിരുന്നു. അവന് 25 വയസ്സ് കഴിഞ്ഞു. ബാക്കി എല്ലാവരും 20-ൽ താഴെയുള്ളവരാണ്. മാമന്മാരുടെ മക്കളുടെ കല്യാണം കഴിഞ്ഞതാണ്. അവരുടെ ഏറ്റവും ഇളയ കുഞ്ഞമ്മ സിസിലിയുടെ മക്കൾ മാത്രമാണ് ജിമ്മിക്ക് താഴെയുള്ളവർ. ബാക്കിയുള്ളവരെല്ലാം കൊച്ചുമക്കളാണ്. പ്രായവും കുറവാണ്. ജിമ്മി ചേട്ടനാണ് ഏറ്റവും മൂത്തയാൾ. സിസിലി ആൻറ്റിയുടെ മകൻ രാജൻ പറഞ്ഞു. എന്താ ജിമ്മി, കല്യാണത്തിന് പ്ലാൻ ഉണ്ടോ? ഉടനെ അങ്ങനെ ഒരു താല്പര്യമില്ല മാമ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വീടാണ് ആദ്യത്തെ ലക്ഷ്യം. കല്യാണക്കാര്യം അതിനുശേഷം മാത്രം. ഞാനറിയുന്ന നല്ലൊരു പെൺകൊച്ചുണ്ട്. ഇവിടെ അടുത്താണ്. ചെറുപ്പം മുതലേ ഞാൻ അറിയുന്നതാണ്. നല്ല സാമ്പത്തിക സ്ഥിതിയും ഉണ്ട്. ഞാൻ ജിമ്മിയുടെ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് താല്പര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞല്ലോ മാമ. ആദ്യമായി വീടിൻ്റെ കാര്യം ശരിയാകട്ടെ, അത് കഴിഞ്ഞ് ഞാൻ പറയാം. ഇതേ കാര്യം പാപ്പച്ചൻ ചേട്ടൻ അന്നമ്മ ചേട്ടത്തിയുടെ അടുത്ത് ഇച്ചിരി മുന്നേ പറഞ്ഞായിരുന്നു. അന്നമ്മ ചേട്ടത്തിയുടെ മറുപടിയും ഇതേപോലെ തന്നെ. രണ്ടുപേരും ആലോചിച്ച് തീരുമാനിച്ചതുപോലെയാണ് മറുപടി പറഞ്ഞത്. അത് കേട്ടപ്പോൾ പാപ്പച്ചൻ ചേട്ടന് പെങ്ങളോട് അല്പം ദേഷ്യം വന്നു. നീ പറഞ്ഞത് മതി. നാളെ ആ പെൺകൊച്ചിവിടെ വരും. നീ അവളെ ഒന്ന് കാണ്. കണ്ടാൽ നിനക്ക് കൊതി വരും മരുമകളായി കിട്ടാൻ. അത് കഴിഞ്ഞ് നീ പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾ നേരത്തെ എല്ലാം ആലോചിച്ച് തീരുമാനിച്ചു വെച്ചതാണോ? ഇല്ലെങ്കിൽ പെണ്ണിനെങ്ങനെയാണ് നാളെ ഇവിടെ വരാൻ കഴിയുക? നാളെ പള്ളിയിൽ പോകാൻ വരുമ്പോൾ ഇതിലേ വരും എന്നാണ് പെണ്ണെ ഉദ്ദേശിച്ചത്. അതല്ലാതെ ഇങ്ങോട്ടേക്ക് വരികയല്ല. പള്ളിയിൽ പോകുമ്പോൾ ഇതിലേ വരും എല്ലാ ഞായറാഴ്ചയും. നാളെ കുരിശിൻ്റെ വഴിയുള്ളതല്ലേ. എല്ലാവരും കൂടി ഒരുമിച്ചാണ് പോവുക. അപ്പോൾ വേണമെങ്കിൽ കാണാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഏതായാലും കുഞ്ഞാങ്ങളെ, എനിക്ക് അവൻ്റെ അഭിപ്രായത്തിനപ്പുറം പറ്റുകയില്ല. അവന് നാളെ ആ കൊച്ചിനെ കണ്ട് ഇഷ്ടപ്പെടുമോ എന്ന് നോക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഇതിൽ ഒന്നുമില്ല. എന്നാലും വീടുണ്ടാക്കി കഴിഞ്ഞു മാത്രം വിവാഹമെന്നാണ് ഈ അടുത്ത കാലത്തും അവൻ പറഞ്ഞത്. ഒരു വീടുണ്ടാക്കാൻ ഏതായാലും ഒരു നൂറ്റാണ്ടൊന്നും ആവശ്യമില്ലല്ലോ. പരമാവധി പോയാൽ 1 വർഷം. ഇപ്പോൾ ആലോചിച്ച് കാര്യങ്ങളെല്ലാം നീങ്ങി വരുമ്പോഴേക്കും 1 വർഷമാകും. വീടുണ്ടാക്കാൻ പൈസ കുറവുണ്ടെങ്കിൽ അതും തരാൻ കഴിവുള്ളവരാണ് അവർ. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ആലോചിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. എന്തായാലും അവൻ്റെ അഭിപ്രായമനുസരിച്ച് ചെയ്യാം. നാളെ അവൻ കണ്ടോട്ടെ. അവരോട് അങ്ങനെയൊന്നും പറയണ്ട. വരുന്ന വഴിക്ക് കാണട്ടെ. പിറ്റേ ദിവസം രാവിലെ തന്നെ പള്ളിയിലേക്ക് പോകാൻ എല്ലാവരും തയ്യാറായി. കുറച്ച് കഴിഞ്ഞപ്പോൾ തലേ ദിവസം പറഞ്ഞ വീട്ടിലെ വണ്ടി വീടിൻ്റെ മുൻപിൽ എത്തി. അതിൽ നിന്നും ഇറങ്ങിയവരെ തീരെ താല്പര്യമില്ലാതെ
ജിമ്മി ഒന്ന് നോക്കുക മാത്രമേ ചെയ്തുള്ളൂ. ഇവരുടെ ആരുടെയെങ്കിലും പരിചയക്കാരായിരിക്കും. അല്ലെങ്കിൽ തന്നെ തലേ ദിവസം പറഞ്ഞ ആളുകളാണെങ്കിലും ജിമ്മിക്ക് തീരെ താല്പര്യമില്ലായിരുന്നല്ലോ. അതിൽ ഒരു പെൺകുട്ടി സുലുവിനോട് എന്തോ ഒന്ന് പറഞ്ഞതിന് ശേഷം ചിരിച്ചുകൊണ്ട് ജിമ്മിയുടെ അടുത്തേക്ക് നടന്നു വന്നു. വന്ന പെൺകുട്ടി ഹസ്തദാനത്തിനായി കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഹലോ, ജിമ്മിയല്ലേ? ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ജൂലിയറ്റ്, ജൂലി എന്ന് വിളിക്കും. ആ കാണുന്നതാണ് വീട്. അവൾ അല്പമകലെ ഒരു വീട് ചൂണ്ടിക്കാട്ടി. ഒരു വലിയ ബംഗ്ലാവാണ് എന്ന് തോന്നുന്നു. അകലെ നിന്ന് കണ്ടിട്ട് പോലും നല്ല വലിപ്പം തോന്നുന്നുണ്ട്. എന്നെ എങ്ങനെ അറിയാം? പാപ്പച്ചൻ ചേട്ടൻ പറഞ്ഞറിയാം. ഞാൻ സുലുവിനോട് ചോദിച്ചാണ് ഉറപ്പാക്കിയത്. പള്ളിയിൽ പോരുന്നില്ലേ? വരുന്നുണ്ട്. നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ എത്തിക്കോളാം. പള്ളിയിൽ പോയി വന്നിട്ട് സമയമുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വരെ ഒന്ന് വാ. എല്ലാവരെയും പരിചയപ്പെട്ടിട്ട് പോകാം. നോക്കട്ടെ, ജൂലി എന്തു ചെയ്യുന്നു? പഠിത്തം കഴിഞ്ഞ് ബി.എഡും കഴിഞ്ഞ് ജോലി തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. മാനേജ്മെൻറ്റിൽ പണം കൊടുത്തിട്ടിട്ടുണ്ട്. വരുന്ന വർഷം ജോയിൻ ചെയ്യാൻ പറ്റിയേക്കും. നിങ്ങൾ വിട്ടു, ഞാൻ ഇച്ചിരി കഴിഞ്ഞേ ഉള്ളൂ. ജിമ്മി താല്പര്യമില്ലാതെയാണ് പറഞ്ഞത്. ജൂലിയും കുടുംബവും പാപ്പച്ചൻ ചേട്ടനും വീട്ടുകാരും പള്ളിയിൽ പോയി. ആ വണ്ടി തിരിച്ചു വന്നപ്പോൾ അതിൽ ജിമ്മിയും അന്നമ്മച്ചേടത്തിയും സുലുവും ബാക്കി വീട്ടിലുണ്ടായിരുന്നവരും പോയി. കുരിശിൻ്റെ വഴി കഴിഞ്ഞ് വീട്ടിൽ വന്ന് അധികം താമസിയാതെ ഊണ് കഴിച്ചു. ജിമ്മിയും അന്നമ്മച്ചേടത്തിയും വീട്ടിലേക്ക് പോകാൻ തിരക്ക് കൂട്ടി. പാപ്പച്ചൻ ചേട്ടനാണെങ്കിൽ അവരെ കൂട്ടി ജൂലിയുടെ വീട് വരെ പോകണമെന്ന് കലശലായ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാലും വേറെ ആരും അതിൽ തീരെ താല്പര്യം കാണിച്ചില്ല. അതുകൊണ്ട് നിർബന്ധിച്ച് ഉള്ള താല്പര്യം കൂടി കളയണ്ട എന്ന് വിചാരിച്ച് പാപ്പച്ചൻ ചേട്ടൻ പിൻവാങ്ങി. ഉച്ച കഴിഞ്ഞപ്പോൾ അവർ പുല്ലരിയിലെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഇനിയും വല്ലപ്പോഴുമൊക്കെ അങ്ങോട്ട് ചെല്ലണമെന്നും വർത്തമാനം പറഞ്ഞിരിക്കണം എന്നുമൊക്കെ പറഞ്ഞാണ് എല്ലാവരും അവരെ യാത്രയാക്കിയത്. സുലുവിനായിരുന്നു കൂടുതലും നിർബന്ധം. പാപ്പനോട് പിന്നെയും വരണമെന്നൊക്കെ അവൾ പറഞ്ഞു. ജിമ്മി നല്ല ചൂടിലാണെന്ന് തിരിച്ചു വരുന്ന വഴിക്ക് തന്നെ അന്നമ്മച്ചേടത്തേക്ക് മനസ്സിലായതാണ്. എന്നാ പറയാനാ, താൻ ഇത് വല്ലതും കണക്ക് കൂട്ടിയതാണോ? ക്വാർട്ടേഴ്സിൽ വന്ന് കയറിയതേ ജിമ്മി അന്നമ്മച്ചേടത്തിയോട് ചോദിച്ചു. അമ്മയോട് ഞാൻ അന്നേരം തന്നെ പറഞ്ഞതല്ലേ, മാമൻ വന്നത് വെറുതെയല്ല, അതിലെന്തോ ഒരു കെണിയുണ്ടെന്ന്. ഞാൻ എൻ്റെ കൊച്ചെ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. എനിക്കെൻ്റെ കൂടപ്പറപ്പിനെ കണ്ടപ്പോൾ സന്തോഷമേ തോന്നിയുള്ളൂ. ആ പണച്ചാക്കിനെ എൻ്റെ തലയിൽ കെട്ടിവയ്ക്കാനുള്ള ഗൂഢാലോചനയായിരുന്നു ഇന്നലെയും ഇന്നുമായി അവിടെ നടന്നത്. അവർ വളരെ മുൻപ് ആലോചിച്ച പദ്ധതിയാണ് ഇന്നലെ നടപ്പിലാക്കിയത്. അതിൽ നമ്മൾ പോയി വീണു എന്ന് മാത്രമേ ഉള്ളൂ. നിനക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യത്തിനും ഈ അമ്മ നിന്നെ നിർബന്ധിക്കുകയില്ല. നിനക്ക് പൂർണ്ണ മനസ്സാണെങ്കിൽ മാത്രം മതി. അങ്ങനെ നീ എടുക്കുന്ന ഏത് തീരുമാനത്തിനും ഈ അമ്മ കൂട്ടുണ്ട് താനും. ഇപ്പോൾ അവതരിപ്പിച്ച പദ്ധതിയിലൊന്നും പോയി വീഴാൻ ഈ ജിമ്മിയെ കിട്ടില്ല. അവർ വേറെ ആളെ നോക്കിക്കോട്ടെ. നീ വേറെ ആളെ നോക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മാമന് അറിയില്ലല്ലോ. അത് പറഞ്ഞാൽ പോരായിരുന്നോ? അമ്മ ആരുടെ കാര്യമാ പറയുന്നതെന്ന് ഞാൻ അറിയുന്നില്ല. അതുകൊണ്ട് ദൈവം അമ്മയോട് ക്ഷമിക്കട്ടെ. ഒന്നും പറയാൻ കിട്ടാത്തപ്പോൾ അവൻ്റെ ഒരു ദൈവവചനം പറച്ചിൽ. ഞാനിതൊക്കെ അറിയുന്നുണ്ടടാ മോനെ. പുറത്തുനിന്ന് ആരോ നടന്നു വരുന്ന ശബ്ദം കേട്ടു. അപ്പോഴാണ് അവർ സംസാരം നിർത്തിയത്. ഈ രാത്രി നേരത്ത് ഇങ്ങോട്ട് വരുന്നത് ആരാണാവൂ? ജൂലിയെ കണ്ടിട്ടും ജിമ്മിയുടെ മനസ്സ് എന്തുകൊണ്ട് മാറിയില്ല? അല്ലെങ്കിൽ ഇതിനകം തന്നെ അവൻ്റെ മനസ്സിൽ മറ്റാരോ ഉണ്ടല്ലോ. അടുത്ത ഭാഗത്തിൽ ആ വിവരവും മിക്കവാറും പുറത്തു വരും.
അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ ഒന്ന് കുറിച്ചിട്ടേക്കണേ. ലൈക്കും ഷെയറും ഒക്കെ നിങ്ങൾ ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷയും വിശ്വാസവും. അതൊക്കെ പിന്നെ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്മ നേരുന്നു, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു.